മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ നിഷ്പക്ഷമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് 2023 ഒരു പ്രത്യേക ചാനൽ, ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം ആ ചാനൽ ഏതാണെന്നൊക്കെ. കാരണം ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും ഞാൻ ആ ചാനലിനെ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചാനലിന് അതൊരു ഗുണമാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാ ചാനൽ. ആ ഒരു ചാനലിൻ്റെ വരവോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരു മാധ്യമ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഞാനിത് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ വന്നതിന് ശേഷമാണ് ഈ ഒരു മുഖ്യധാര മാധ്യമ മേഖലയിൽ വലിയൊരു അൺപ്രൊഫഷണലിസം കടന്നു വന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത് അവിടെയുള്ള മാധ്യമപ്രവർത്തകരെയും ബാധിക്കുമെന്നുള്ളത് കാര്യം ഒരു തർക്കമില്ല. കാരണം മേളിലിരിക്കുന്ന ആളുകൾ പറയുന്ന രീതിയിലാണ് അവിടെയുള്ള കീഴിലുള്ള ജേർണലിസ്റ്റുകൾ, അവിടെയുള്ള സബ് എഡിറ്റേഴ്സ് ഇവരെല്ലാം പ്രവർത്തിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ അവർ പറയുകയാണ് ഇങ്ങനെ കൊടുത്താൽ മതി. അതായത് ഉദാഹരണത്തിന് ചില വാക്കുകൾ, ഞാനത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചില വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്ത്, അതായത് ഇപ്പോൾ ഈ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഈ ചെന്നായ ചോര കുടിക്കുന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന് സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ശരിക്കും ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ഈ മനോരമ, അവരൊക്കെ ഇപ്പോഴും ഒരു അവരുടെ ടൈറ്റിലിങ്, അവരുടെ ടെക്സ്റ്റ്, ഈ സാധനങ്ങളിലെല്ലാം അവരൊരു സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ട്. പക്ഷേ ചില ചാനലുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി തന്നെ അതവരെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചാനലിൽ നിന്ന് മറ്റൊരു പ്രൊഫഷണലായിട്ടുള്ള വർക്ക് ചെയ്യുന്നൊരു ചാനലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ രീതി അവിടെ പോയി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിം രീതിയിൽ തന്നെ പോകുന്ന ഒരു ചാനലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവരിപ്പോൾ ഇപ്പം ഏഷ്യാനെറ്റ്, മനോരമ, അവിടെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞുള്ള അവസ്ഥ, അവരെ ട്രെയിൻ ചെയ്തെടുക്കണം വീണ്ടും. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു തൊഴിൽ പെട്ടെന്ന് അതേ മേഖലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഭാഷകളെല്ലാം, ചില കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയും പ്രയോഗിക്കാൻ നോക്കും, അല്ലേ? അതാണല്ലോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എക്സ്പീരിയൻസും കൊണ്ട് ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല ശകാരവും കേൾക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാവിയെ അത് ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞത് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ചില ചാനലുകളുടെ അവരുടെ ഒരു രീതിയാണ് ശരിക്കും ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് ഈ ഒരു പ്രത്യേക ചാനലാണ് അതിനിവിടെ തുടക്കമിട്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരെന്ത് സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, ഒരു വാർത്ത കൊടുക്കുന്നു, അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നമുക്ക് നോക്കി അറിയാം. കാരണം അങ്ങനെ ഒരു കമൻറ്റുകൾ, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക വാർത്തകളെ. ഒരു നിസ്സാരമായിട്ടുള്ളൊരു വാർത്തയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു സെൻസേഷൻ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അതിനെ എത്ര പേര് അതിന് പരിക്കേറ്റു, അല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടു, ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഒരു സെൻസേഷനായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതില്ലാത്ത കാര്യങ്ങൾ, അതായത് ഒരു സെൻസേഷൻ ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ളൊരു ന്യൂസിനെ സെൻസേഷനാക്കി എടുത്ത് ആളുകളെ അതിനകത്തേക്കൊരു വലിയ നെഗറ്റിവിറ്റി ഇട്ട് അതിനകത്തൊരു തമ്മിത്തല്ലുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന, ശരിക്കും ഇതൊരു ഒരു ഓൺലൈൻ കലാപം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ആ രീതിയിലേക്കാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പണത്തിന് വേണ്ടിയിട്ട് എന്തും, അവരുടെ കയ്യിൽ കുറേ കാശുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർ അതേപോലെ ആൾക്കാരെ കാശ് കൊടുത്ത് വാങ്ങുക, ജോലിക്കെടുക്കുക, എന്നിട്ട് അവരെ ഒരുമാതിരി ഈ പറഞ്ഞ പോലെ അടിമകളെ പോലെ ഉപയോഗിക്കുക, ഈ സാധനം അങ്ങോട്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യുക. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടേക്കാണ് ഇത് പോകുന്നത്? പണ്ട് കാലത്തൊക്കെ നമുക്ക് മാധ്യമപ്രവർത്തകരെന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക, വളരെ ഒരു ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ, മാപ്ര എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന നമ്മൾ കാണാം. ഈ ഒരു 2018 കാലഘട്ടത്തിൽ ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ ഇതേപോലെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു? ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ പണ്ട് കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പറയുന്നത് കുറേ അതിൻ്റെ പിന്നിലൊക്കെ കുറേ കാര്യമുണ്ട്. അതായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ അതേപോലെയുള്ള പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇതൊക്കെ അങ്ങനെയാണോ? ഇവരൊക്കെ ശരിക്കും ചെയ്യുന്നത് പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പ്രതിബന്ധം ഇവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ എപ്പോഴും, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എപ്പോഴും ഒരു പ്രതിപക്ഷ നിലപാടെടുക്കുന്നവരായിരിക്കണം. കാരണം സർക്കാരിനെ പറ്റി എഴുതാനും സർക്കാരിൻ്റെ പരിപാടികൾ എഴുതാനാണെങ്കിൽ PRD ഉണ്ടായിരുന്നു, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സർക്കാരിനെ പ്രകീർത്തിക്കാനും സർക്കാരിൻ്റെ പദ്ധതികൾ. പക്ഷേ നല്ല പദ്ധതികൾ മാധ്യമങ്ങളത് കൊടുക്കുകയും വേണം. അതിന്
തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതൊരു വരുമാന സ്രോതസ്സുമാണ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പരസ്യങ്ങൾ കൊടുക്കാം, തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ സർക്കാരിനെ വെളുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമം പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ തന്നെ, ഈ തവണത്തെ ഇലക്ഷൻ തന്നെ, നിയമസഭാ ഇലക്ഷൻ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇവർ കൃത്രിമമായിട്ടൊരു സർവേ ഉണ്ടാക്കി, അതായത് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളൊരു സത്യം അതിനെ എങ്ങനെയെങ്കിലും മറച്ചു വെച്ച് അവരെ തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ നോക്കുന്നൊരു പരിപാടി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു പുറകോട്ട് ഇപ്പോഴും ആ യൂട്യൂബിൽ വീഡിയോ കിടപ്പുണ്ട്, നമുക്ക് നോക്കി അറിയാം. ഈ സർവേയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാം. ഒരു ഓൺലൈൻ സർവേ നടത്തി അതിനകത്ത് ഈ പറഞ്ഞ പോലെ LDF വലിയ വിജയം നേടുമെന്ന് പറഞ്ഞു കൊടുത്തു. 10 വർഷം അവർ ഭരിച്ചു. 15 വർഷം അവർ അടുത്ത 5 വർഷം കൂടെ അവർ അധികാരത്തിലെത്തുമെന്നുള്ളൊരു കാര്യം ഇവർ കൊണ്ടുവന്ന് ഇത് ജനങ്ങളിലേക്ക് ഇട്ട്, അതായത് ഞാൻ പറയട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കി അത് പാളിപ്പോയി, പാളിപ്പോയി. അത് കേരളത്തിൽ നടക്കില്ല ആ പരിപാടി. ഇപ്പോൾ നേരെ ഇപ്പോൾ UDF ആണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. കാരണം ഇപ്പോൾ UDFൻ്റെ വേണ്ടി ഒരു പണം കൊടുത്ത് ഇതേപോലെ ഒരു സർവേ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് ചിലപ്പോൾ നോർത്തിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരാം. പക്ഷെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ അങ്ങനെയുള്ള അജണ്ടകൾ ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ അത് മലയാളികൾ അതിനെ പൊളിച്ച് കൈ കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും അവർ ആ ഒരു രീതി തന്നെ തുടരുന്നു. എനിക്ക് തോന്നുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നന്ദി അവർക്ക് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു ചാനൽ സ്വീകരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അവരിപ്പോൾ അഭിപ്രായപ്പെടുന്ന അവർക്ക് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടെന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം റീച്ച് ആക്കാനുള്ള വഴിയൊക്കെ നമുക്കറിയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ വഴി കൂടെ പോകുന്ന ഒരുത്തന്നെ എന്തെങ്കിലും ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീച്ചുണ്ട്. മുഖ്യമന്ത്രി എന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് റീച്ചാണ്. അതേപോലെ തന്നെയല്ലേ ശരിക്കും ഇവരുടെ ഈ റീച്ചും. അതായത് ഒരു കാര്യമില്ലാതെ ചില വിഷയങ്ങളെടുത്ത് അതിനകത്ത് ഇവർ തന്നെ അങ്ങോട്ട് ഇവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നൊരു പരിപാടി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതായത് ഒരു അന്യൻ്റെ പോലെയാണ്. രാവിലെ നിഷ്പക്ഷൻ, ഉച്ചയ്ക്ക് സെമി നിഷ്പക്ഷൻ, രാത്രിയാകുമ്പോഴേക്കും എന്താണ് രാഷ്ട്രീയ നിലപാട് പറയുന്നവനായി ഞങ്ങളെ പറ്റിയ കമ്മിറ്റി ഓഫീസ് പോലെ. അതാണ് ഈ പരിപാടി. ഇത് കാണുമ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇവരിത് മനഃപൂർവ്വം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ 4 പേര് വന്നിരുന്ന് പറയുന്നു, ഇതിനകത്ത് വ്യത്യസ്ത നിലപാടുകൾ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ എതിർക്കുന്നവർ, ഇതിനകത്തൊരാളെ എതിർക്കുന്ന ആളുടെ നിലപാടിനെ എതിർക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ എഴുതുന്ന കമൻ്റ് ഇടും. അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവന് ഈ പരിപാടി കാണുമല്ലോ. ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും 4 ആൾക്കാരെ കാണുക, അവരെ എറി വിളിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മുതലാളിമാരുടെ ബുദ്ധി, അവരുടെ എന്താ പറയുക, എൻ്റെ കുരുട്ടുബുദ്ധി എന്ന് നമ്മുടെ ഇവിടെ പറയും, കുരുട്ടുബുദ്ധി എന്ന് പറയും. അതായത് എങ്ങനെയെങ്കിലും 4 പേര് കാണുക. അതിന് വേണ്ടിയിട്ട് നമ്മളിനി സർക്കസ് എങ്കിൽ സർക്കസ്, ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളിനി കോമാളി എങ്കിൽ കോമാളി വേഷം കെട്ടി ഞങ്ങളിരിക്കും എന്നുള്ളൊരു നിലപാടിലാണ് ഇവർ വരുന്ന ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഇത് എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല. കാരണം ആ ചാനലിൻ്റെ മുതലാളിമാരുടെ അവസ്ഥ നമുക്കറിയാം. എന്താണ് ഭാവിയിലൊന്നും നമുക്കറിയില്ല. പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇവിടെ തന്നെ എങ്ങനെ നിൽക്കുമോ എന്നൊന്നും അറിയില്ല. നമ്മൾ കണ്ടിട്ടുള്ള പലരും ഇതേപോലെയുള്ള പെട്ടെന്ന് കോടീശ്വരന്മാരാവുന്ന ആളുകളെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കിയവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാനലുകാർ, മാധ്യമപ്രവർത്തകർ ആളുകൾ കാണുമ്പോൾ അടിക്കുന്നൊരു കാലം വരും എന്നുള്ളൊരു വേദനിക്കുന്ന വസ്തുത കൂടി ഒരു മാധ്യമ വിദ്യാർത്ഥി അല്ലെങ്കിൽ മാധ്യമ ഡിഗ്രി പൂർത്തിയാക്കിയ ഒരാളെന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം നീ നിന്നെപ്പോലെയുള്ളവന്മാരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഒരാൾ ചെയ്ത തെറ്റിന് ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ എഡിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആൾ സ്റ്റുഡിയോയിലിരുന്ന് എന്തെങ്കിലും വിടുവായുത്തരം വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പരിണിതഫലം അനുഭവിക്കാൻ പോകുന്ന ഈ ഫീൽഡിൽ പോകുന്ന മാധ്യമപ്രവർത്തകരായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ആ ചാനലിൽ തന്നെ ആവണമെന്നില്ല, മറ്റൊരു മാധ്യമപ്രവർത്തകൻ, അതായത് ഇപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാത്ത മാന്യമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നല്ല വാർത്തകൾ സത്യസന്ധമായും നിഷ്പക്ഷമായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകനായിരിക്കും ചിലപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന ഇവർ കാരണം അടി കിട്ടുന്ന അങ്ങനെ ആയിരിക്കും. ഇതിനിപ്പോൾ അടിക്ക് ഭാഷയൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ആ കൈ കിട്ടുന്നവനായിരിക്കും ഇവർക്ക് കൊടുക്കുന്നൊരു കാലം വരും. അങ്ങനെ ഒരു വസ്തുത ഇതിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ചാനലുകളെ ഒരു സെൻസർഷിപ്പ് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ
ചില കാര്യങ്ങളിലൊരു നിയന്ത്രണം രേഖ വേണോ എന്നുള്ളൊരു നിലപാട് ശരിക്കും എനിക്കുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം വസ്തുത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സ്വീകരിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലർ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു 2 ലിറ്റർ പാല് പിരിയാൻ വേണ്ടി ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു തുള്ളി നാരങ്ങാനീര് മതിയല്ലോ. അപ്പം അതുകൊണ്ട് അത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് ഇവർ. കാരണം മാധ്യമ മേഖലയിൽ ക്യാൻസറായിട്ട് ബാധിച്ചിട്ടുള്ള ചിലരുണ്ട്. അവർ കാരണം ഈ ഒരു മേഖലയെ തന്നെ ഇല്ലാതാക്കുന്നൊരവസ്ഥയിലേക്ക് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പണ്ടുള്ള പല പല കഴിവുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാം പേര് കളയുന്ന പോലെയാണ്. അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അവരൊക്കെ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ, നിശബ്ദരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദമായി മാറിയ ആളുകളെ എല്ലാം ഒരുമിച്ച് അവഹേളിക്കുന്ന പോലെയാണ് ശരിക്കും ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയണം. കാരണം നമ്മൾ ഈ വാർത്തകൾ കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആളുകളെ തെറി വിളിക്കുക അല്ലാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഇടുക അല്ലാതെ എന്താണ് ഇതിനെ ശരിക്കും നിങ്ങളുടെ അഭിപ്രായം? കൃത്യമായിട്ടും മാന്യമായിട്ടും നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ മേഖല വെറുക്കപ്പെടും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അതേപോലെ തന്നെ വെറുക്കപ്പെടും എന്നുള്ളൊരു സത്യം കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.